ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കിംസിന് 4000 കോടി മുടക്കാൻ വിദേശ കുത്തക വന്നു KK ഗ്രൂപ്പ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് 2000 കോടി മുടക്കാൻ. 10-10000 കോടി രൂപ കേരളത്തിലെ ആശുപത്രികളെ ഏറ്റെടുക്കാൻ വേണ്ടി കുത്തകകൾ, കോർപ്പറേറ്റുകൾ മുടക്കിയിരിക്കുന്നു. അതെന്താ കാര്യം? ഷൈലോക്കുകളാണ് വരണത്. കൊള്ള പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ഷൈലോക്കുകളാണ് നമ്മുടെ ആശുപത്രികളെ ഏറ്റെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭീകരമായി കേരളീയർ മൊത്തം രോഗികളാകാൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം വാക്സിനൊക്കെ കൊടുത്ത് അവർ റെഡിയാക്കിയിട്ടുണ്ട്. അതിനു പുറമെ അയഡിൻ ഉപ്പ് കൊടുപ്പിച്ച് അതുകൊണ്ടുള്ള രോഗം ഏതാണ്ട് സമൂഹത്തിൽ മൊത്തമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അയഡിൻ ഉപ്പ് കഴിച്ചാൽ തൈറോയിഡിന് തകരാറ് ഉറപ്പ്. സ്ത്രീകൾക്ക് തൈറോയിഡിന് തകരാറും പുരുഷന്മാർക്ക് ഷണ്ടത്വവുമാണ്, ഇമ്പോർട്ടൻസിയുമാണ് അയഡിൻ ഉപ്പിൻ്റെ ദോഷഫലമായിട്ട് മെഡിക്കൽ ടെക്സ്റ്റ് പറയണത്. ഞാൻ പറയണതല്ല, മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നത്. ഞാൻ എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ പേരിലൊന്നും എൻ്റെ പേരിലൊരു കേസ് വന്നില്ല. അപ്പോൾ അയഡിൻ ഉപ്പ് കഴിച്ച് ഏതാണ്ട് 10-30 കൊല്ലം ആകുന്നു. നല്ലൊരു ശതമാനം സ്ത്രീകളും മെറ്റബോളിക് ഡിസോർഡർ, ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിൽ തന്നെ, ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിൽ തന്നെ തകരാറ് വന്നവരായി കഴിഞ്ഞു. പുരുഷന്മാർക്ക് ഇമ്പോർട്ടൻസി തുടങ്ങി. കുട്ടികളുണ്ടാകാത്തതിന് നല്ലൊരു ശതമാനം ദമ്പതികളും നാട് മുഴുവൻ കൂടുപോലെ പൊങ്ങുകയാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ. എന്തുകൊണ്ടാണ്? 50 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ സ്ത്രീകൾക്ക് 5-8 പ്രസവിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. 17 പേര് ഉള്ള വീടുകൾ നാട്ടിലുണ്ട്. എൻ്റെ നാട്ടിലെ ഒരു വീട്ടിൽ 21 കുട്ടികളുണ്ട്. പല അമ്മമാരിലല്ല കേട്ടോ, ഒറ്റ അമ്മയിൽ. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് സ്ത്രീകൾക്ക് പ്രയാസം, ട്രീറ്റ്മെൻറ്റ് വേണം. പുരുഷൻ്റെ ബീജത്തിൻ്റെ ശക്തിയും പോയി. പ്രധാന കാരണം അയഡിനൊപ്പം പിന്നെ ചില മരുന്നുകളുമാണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഇമ്പോർട്ടൻസി, അപ്പോൾ ആ മരുന്നുകളുടെ ലിസ്റ്റ് കിട്ടി. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്പേം ഡെത്ത്, ബീജങ്ങൾ ചത്തുപോകുന്നതിന് മരുന്നുകൾ ഇടയാക്കുന്നത്. ആ ലിസ്റ്റൊന്ന് ഗൂഗിളിനോട് ചോദിച്ചു നോക്ക്. സകല കുട്ടികൾക്കും മുട്ട കൊടുക്കുകയാണ് സ്കൂളിൽ. നല്ല കാര്യമല്ലേ? നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിൽ എന്തൊരു ഉത്സാഹമാണ് ലോകാരോഗ്യ സംഘടനയ്ക്കും നമ്മുടെ സർക്കാരിനും. കുട്ടികളുടെ അച്ഛന് ചാരായം കൊടുക്കും, എന്നിട്ട് വീട്ടിൽ രാത്രി മുഴുവൻ ഇടിയും തൊഴിയാണ്. സർക്കാർ കുട്ടികൾക്ക് മുട്ടയും കൊടുക്കും. അച്ഛൻ ചാരായം കുടിക്കുമ്പോൾ കൊടുക്കണ 500 രൂപയിൽ 50 രൂപയ്ക്ക് മുട്ട കൊടുക്കും. ഭയങ്കര ജനസേവന പ്രവർത്തനമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം ഇരിക്കുന്ന സർക്കാർ കയറുമ്പോൾ 26 ബാറാണ് നാട്ടിലുള്ളത്. ഞങ്ങൾ മദ്യം കൂട്ടൂല, ഞങ്ങൾ മദ്യത്തിനെതിരെ ജനങ്ങളെ ഒരുക്കും രക്ഷിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പ്രകടന പത്രികയിൽ നമുക്ക് ഉറപ്പ് തന്നിട്ട് ഇപ്പം 1000-ലധികം ബാറുകൾ ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ജനങ്ങളെ കുടിപ്പിച്ച് കാശുണ്ടാക്കുന്ന പിശാചിൻ്റെ സർക്കാർ, മദ്യം കൊടുത്ത് മനുഷ്യരെ കാശ് പിടിക്കുന്ന പിശാചുക്കളാണ്. അത് സർക്കാരായാലും കള്ളാപ്പള്ളിയായാലും ആരായാലും അവർ പിശാചുക്കളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു വാക്ക് നമുക്ക് പറയാനില്ല. കുട്ടികൾക്കൊക്കെ മുട്ട കൊടുക്കുകയാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നു മുട്ട ഒരു സൂപ്പർ ഫുഡാണ്, ഭയങ്കരമായിട്ട് മുട്ടയെക്കുറിച്ച്. ലോകാരോഗ്യ സംഘടന പറയുന്നു PCR എന്ന് പറഞ്ഞ അമേരിക്കയിലെ സംഘടന 17,000 ഡോക്ടർമാരും ഹെൽത്ത് പ്രൊഫഷണൽസും ഉള്ള അംഗങ്ങളായിട്ടുള്ള സംഘടനയാണ് PCRM, ഫിസിഷ്യൻസ് കമ്മിറ്റി ഫോർ റെസ്പോൺസിബിൾ മെഡിസിൻ. അതാണ് PCRM. അവര് മുട്ടയില്ലാത്ത ഭക്ഷണം, ഡ്രഗ് ഫ്രീ ഡയറ്റ്, ഈ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുട്ട രോഗം ഉണ്ടാക്കും, ഹൃദ്രോഗം ഉണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കും, അലർജി ഉണ്ടാക്കും. അവർ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 10-17 കൊല്ലം നീണ്ടു നിന്ന പഠനങ്ങൾ നടത്തി. 1.5 ലക്ഷം ആളുകളിൽ പഠനം നടത്തി. മുട്ട ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് അവർ പറയുന്നു. അതേസമയം അങ്ങനെ ഒരു റിപ്പോർട്ട് ശാസ്ത്രീയമായി വരുമ്പോൾ സയൻറ്റിഫിക് സുനാമി ഉണ്ടാക്കും. വേറെ പഠന റിപ്പോർട്ടുകൾ കുറേ നടത്തിയിട്ട് ഈ പഠനത്തെ അവർ അപ്രസക്തമാക്കും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന
ശാസ്ത്രീയ കച്ചവട ചികിത്സകളുടെ രീതി. സത്യസന്ധമായിട്ട് ആരെങ്കിലും ഒരു മരുന്നിൻ്റെ അപകടം പറഞ്ഞാൽ ഉടനെ അവർ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് കുറേ റിപ്പോർട്ടുകൾ കൊണ്ടുവരും. കോവിഡ് വാക്സിൻ്റെ അപകടം ജനങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ ശാസ്ത്രീയമായിട്ട് ഒരു റിപ്പോർട്ട് 2 റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ 200 റിപ്പോർട്ടുകൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരും. സുനാമി ഉണ്ടാക്കുക. ലോകാരോഗ്യ സംഘടന പറയുന്നത് മുട്ടയിൽ പോഷകങ്ങളൊക്കെ ഉണ്ട്, 2.5 മുട്ടയിൽ കൂടുതൽ ഒരാഴ്ചയിൽ മുതിർന്നവർ കഴിക്കാൻ പാടില്ലെന്നാണ്. 2.5 മുട്ടയിൽ കൂടുതൽ കഴിച്ച അപകടമാണ്. അപകട സാധ്യത, ഹൃദ്രോഗത്തിന്, ക്യാൻസറിനൊക്കെ സാധ്യത കൂടും. ഇപ്പോൾ സൺഡേ യാ മൺഡേ ഹർ ദിൻ അണ്ട ഖാവോ, ഞായറാഴ്ചയായാലും തിങ്കളാഴ്ചയായാലും ദിവസവും മുട്ട തിന്ന്. അപ്പോൾ ആഴ്ചയിൽ 7 മുട്ടയായി. അപ്പം നമ്മുടെ കുട്ടികൾ ഈ മുട്ട തിന്ന് തന്നെ വ്യാപകമായി രോഗികളായി കിട്ടുമെന്ന് അവർക്കറിയാം. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് വിര ഗുളിക കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ വയറ്റിൽ വിരയുണ്ട്, അതിനെ കൊല്ലണ്ടേ? കുട്ടികളുടെ വയറ്റിൽ വിരയുണ്ട്, അതിനെ കൊല്ലണ്ടേ? അപ്പോൾ ആ വിര ചാകുന്ന രീതിയിലുള്ളൊരു വിഷം ഇട്ട് കൊടുത്താൽ വിര ചത്തോളൂ. കുട്ടി മാത്രം ചാവില്ല, വിര മാത്രം. കുട്ടി ചാകേണ്ട അളവിലില്ല, കുറഞ്ഞ അളവിലാണ്. ഇതുപോലൊരു മണ്ടത്തരം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അണുക്കളെ കൊല്ലാൻ കുറേശ്ശെ കുറേശ്ശെ വിഷം കഴിച്ചാൽ, ആൻറ്റിബയോട്ടിക് അങ്കിൾബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ അണുക്കളൊക്കെ ചത്തുപോകും. നമ്മുടെ ശരീരത്തിലുള്ള മറ്റണുക്കളെ ഇത് കൊല്ലില്ലേ? ഇത്രയും വലിയ വിരയെ കൊല്ലാനുള്ളൊരു സാധനം നമ്മുടെ വയറ്റിലുള്ള ദഹന ബാക്ടീരിയകളെ കൊല്ലില്ലേ? ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ഈ വിര ഗുളിക തിന്ന് നമ്മുടെ കുട്ടികളുടെ ദഹനശക്തിയെല്ലാം കുറഞ്ഞ് പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടായി. അതിൻ്റെ കുട്ടികളെല്ലാം യൗവനത്തിലാകുമ്പോൾ തന്നെ നല്ല രോഗികളാക്കും, അവരാക്കും. അതാണ് അവരുടെ ടെക്നിക്ക്. പിന്നെ കുട്ടികൾക്ക് ഇരുമ്പ് ഗുളിക കൊടുക്കുന്നുണ്ട്, അയൺ ഗുളിക. ആരോഗ്യം വെച്ചപ്പോൾ വിളർച്ച മാറാനാണ് കേട്ടോ. അല്പം നെല്ലിക്കയും ചീര ഇലയും കൂടി കൊടുത്താൽ മതി. കുട്ടികൾക്ക് ഓരോ കുട്ടിക്ക് ഒരു 10 കട ചീര കൊടുത്തിട്ടേ, അല്ലെങ്കിൽ കുറച്ച് ചീര വിത്ത് കൊടുത്ത് വീട്ടിൽ കൊണ്ട് നടുകുട്ടിയെ ചെടിച്ചട്ടിയിൽ വെച്ചാലും മതി നടാനായിട്ട്, ഫ്ലാറ്റിലാണെങ്കിൽ. ആ ഇലക്കറിയും അല്പം നെല്ലിക്കയും കൂടെ കഴിച്ചാൽ, അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ജ്യൂസോ ഉണക്കമുന്തിരി, ഇതൊക്കെയാണ് സ്കൂളുകളിൽ കുട്ടികളുടെ താല്പര്യം കൊണ്ടാണെങ്കിൽ കൊടുക്കേണ്ടത്. പക്ഷെ അപ്പോൾ മരുന്ന് കമ്പനിക്ക് എന്ത് കിട്ടും? അവരുടെ കഞ്ഞി പാറ്റ വീഴും. അതുകൊണ്ട് മരുന്ന് തന്നെ കൊടുക്കണമെന്ന് സർക്കാർ നിർബന്ധമുണ്ട്. കാരണം മന്ത്രിക്ക് കിമ്പളം, മരുന്ന് കമ്പനി കീശന് വേറെ കാശിട്ട് കൊടുക്കും, പാർട്ടി ഫണ്ടിലേക്കും കൊടുക്കും. നെല്ലിക്ക കർഷകൻ മന്ത്രിക്ക് കൊണ്ടുപോയിട്ട് കൈക്കൂലി കൊടുക്കുമോ? നെല്ലിക്കയുടെ റെപ്രസെൻറ്റേറ്റീവിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കൈയൊക്കെ കെട്ടി, നെല്ലിക്കയുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ സാറേ, ഞാൻ ചീരയുടെ മാർക്കറ്റിംഗ് ഓഫീസറാണ്. ആരും 10 പൈസ കൊടുക്കാനില്ല. ഈ അയൺ ഗുളിക കഴിച്ചാൽ എന്താണ് തകരാറ്? കുട്ടികളുടെ വയറ് നാശമാകും. എപ്പിഗ്യാസ്ട്രിക് പെയിൻ, സ്റ്റെയിനിങ് ദ ടീത്ത്, മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്, പല്ലിന് കളർ പോവുക, വായിൽ ലോഹച്ചവ വരിക എന്ന് വെച്ചാൽ കരളിലും കിഡ്നിയിലും ഈ ലോഹത്തിൻ്റെ അംശമൊക്കെ എത്തി അപകടമായെന്ന് അർത്ഥം. ഡയറിയ മോർ ദാൻ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാകും, അതിനേക്കാൾ കൂടുതൽ വയറിളക്കം ഉണ്ടാകും. ചികിത്സിക്കാമല്ലോ. ഈ അയൺ ഗുളിക മതി കരളും കിഡ്നിയും പിള്ളേരെ നശിപ്പിക്കാൻ. പിന്നെ അതിൻ്റെ പുറകെയാണ് നമുക്ക് കോവിഡിൻ്റെ വാക്സിനും കൂടി തന്നിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായി അവരുടെ കയ്യിൽ കണക്കുകളുണ്ട്. കേരളത്തിലെ ഓരോ പ്രദേശത്തും ഏത് പ്രായമുള്ളവർ ഇങ്ങ് വീഴാൻ പോകുന്നു, രോഗം അതൊക്കെ വരാൻ പോകുന്നു, പുതിയ രോഗം എന്താണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്ന പകർച്ചവ്യാധിയിൽ മരുന്ന് കഴിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സർക്കാർ നിശ്ചയിക്കുന്ന മരുന്ന്, സർക്കാർ നിശ്ചയിക്കുന്ന വാക്സിൻ നിങ്ങൾ എടുത്തിരിക്കണം. ആ നിയമമൊക്കെ പൊതുജനാരോഗ്യ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മരുന്ന് കമ്പനികൾ നമ്മളെ മുഴുവനും ചങ്ങലക്കിട്ട് പിടിച്ചു, ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ഉറപ്പുവരുത്തി, രോഗമൊക്കെ ഉണ്ടാകുന്ന ഉറപ്പുവരുത്തിയിട്ടാണ് അവർ കേരളത്തിൽ 10,000 കോടി നിലവിലുള്ള സെറ്റപ്പിൻ്റെ പുറത്ത് മുടക്കിയിട്ടുള്ളത്. അതിൻ്റെ 10% നമ്മളെപ്പോലെ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നവരെ ഒതുക്കാനായിട്ടും പത്രമാധ്യമങ്ങൾക്ക്, പോലീസിനും ആരോഗ്യവകുപ്പുകാർക്കൊക്കെ കൈക്കൂലി
കൈക്കൂലി 10% അല്ല കൊടുക്കാൻ പോകുന്നത്, അതിൻ്റെ ഒരു 10-30% കൈക്കൂലിയായിട്ട് ഇവർക്കെല്ലാം കിട്ടും. ഇതാണ് അവസ്ഥ. രോഗിയായാൽ അതിന് നിങ്ങൾ കൊടുക്കേണ്ടതായി വരുന്ന വില ചെറുതല്ല.